സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ വട്ട. ആ തീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ളത്, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമാർത്തും ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം എന്താ സുരേ? എന്താണോ ഈ സൂര്യ പറയുന്നത് കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തേക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകി എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നു ചേട്ടാ, ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായിക്കെട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ നിന്ന്. ബാബുവിന്റെ കടയിൽ നിന്ന്. അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരായി ഒരു ചെറുതരം പോലും ആരുമില്ല. കയ്യാനം നിലത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെ ഉണ്ട് സാധനം. അത് പറ. ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോഹമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സൂനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. അച്ഛനെ, ഈ തക്കാളിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഒരിക്കലും മണം തോന്നല്ലോ. കേറ്റില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. ആ അതാണ്. എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ 2 ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കല്ലേ. ചേച്ചി മൊബൈലുകൾ ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിക്ക്. ആ പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. മജീദ്, എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്. ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാനായിട്ട് ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ, വാങ്ങിക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് അവക്ക് കൊടുത്തു മതി. എന്റെ മക്കളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ ചേച്ചി. എടി കാസറോളെന്നാ. എന്തോ അളിയൻ കുറെ നേരമായിട്ട് കലവറ നിൽപ്പുണ്ട്. അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളകൊടി ഒരു കണ്ണിലെറിയും. നീ പോയി അളിയനെ വിളിച്ചോണ്ട് വന്നേ. എന്റെ ഈശ്വരൻ, അങ്ങനത്തെ ഒരു കാര്യം. നിങ്ങളെല്ലാരും ഇവിടെ കഥ പറഞ്ഞോണ്ട് നിന്നോട്ടെ. വാ പോ. ചേട്ടാ, ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. ആ 9:45 ആ 2 മിനിറ്റ് കൂടെ ഉള്ളു. അവിടെ എത്തുമ്പോഴത്തേക്കിനാവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. സുരച്ചേട്ടന്റെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ?
സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സുര ഒറ്റയ്ക്കുള്ളോ? ഇതെന്താ ഇവന്മാർ കിടന്നുറങ്ങണേ? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യമല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ? വേണ്ട വേണ്ട. അല്ല കിടക്കുന്നില്ലേ? റെജിയോട് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടിക്കോളാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ. നാളെ സദ്യ വിളമ്പുന്നതിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. നാളെ അല്ലേ? ആ അവൻ്റെ മറ്റടുത്ത വിശ്വാസം. ഉണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? സദ്യ പരിപാടി കിട്ടാനായിട്ടൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ പറഞ്ഞതാ. എന്താ ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള്, അതായത് കാർന്നൂര്, അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും, ഉറപ്പാ. ഓ ശരി. ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ ഉണ്ടകണ്ണായിട്ടില്ലേ? അതെ, ഞാൻ ഏറ്റ് 1-2 ഗ്ലാസ് കുടിപ്പിക്കാം. അതെ, പുള്ളി കൊണ്ട് വന്നു. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോൾ ഒരു തേങ്ങോഴിയാൻ പറഞ്ഞ വിളിക്കാതിരുന്ന നിന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിയിട്ടുണ്ട്? അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഓ ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എന്താ? എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പോഴോ? അവരെല്ലാവരും ഇങ്ങനെ വരും. അവർ വന്നിട്ട് മതി. ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ഒരു 10 മിനിറ്റ്. കെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇലയിടാലോ. ഇടാം. എന്തൊക്കെണ്ടാ കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം? പായസം? പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. ഞാൻ പോയി കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. ഓടാ കുടിക്കേ. സാമ്പാറിൽ മണ്ണ് വരട്ടെ? ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടിക്കേ. ചേട്ടാ നോക്കണ്ട, വട്ടനെ കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വേറെ വട്ടി ഞാൻ തീർക്കും. രാവിലത്തെ സാമ്പാറിന് പരിപ്പ് കൂടിയാ. ഇവിടെ എന്താ കല്യാണ ചകനൊക്കെ നന്നായിട്ട് തിരിക്കണം. എന്താ എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത്? ഒരു ഗ്യാസ് പോയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടി ഉണ്ടാവും? ആശാൻ ഇതൊക്കെ ന്യൂ ജനറേഷൻ കല്യാണമാണ്. ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ? കണ്ടില്ലേ എത്ര ആംഗിളിലാണ് ഷൂട്ട് ചെയ്തെന്ന്? ആണോ? ആ അങ്ങനെയാണ്. അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ? എങ്ങനെ? പാചകവും അടിയും പച്ചടി സുര. അത് കൊള്ളാം. എന്താ ആശാനെ, നമ്മൾ ഈ ചോറൊക്കെ എന്താ കാണിക്കണേ? പാക്ക് ചെയ്ത് എടുത്തോ. ഇവിടുത്തെ പൈസ കിട്ടും തോന്നില്ല.